ഹൊറർ ജോണർ സിനിമകൾക്ക് മലയാളത്തിൽ പുതിയ മുഖം നൽകിയ സംവിധായകനാണ് രാഹുൽ സദാശിവൻ. ഭൂതകാലം, ഭ്രമയുഗം എന്നീ ചിത്രങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ പുറത്തിറങ്ങുന്ന ചിത്രത്തിൽ പ്രണവ് മോഹൻലാലായിരുന്നു നായകനായി എത്തിയത്. DS0 എന്നായിരുന്നു പേരും. സമീപകാലത്ത് അധികമാവാതെ പ്രീ റിലീസ് പ്രൊമോഷൻ ഏറ്റവും സൂക്ഷ്മമായി ചെയ്യപ്പെട്ട ചിത്രം കൂടിയാണ് ഇത്. മലയാളത്തിൽ ആദ്യമായി റിലീസ് തലേന്ന് ഒരു ചിത്രത്തിന്റെ പെയ്ഡ് പ്രീമിയർ നടത്തുന്നതും ഈ ചിത്രത്തിനാണ്. പ്രീമിയറും റിലീസ് ദിനത്തിൽ ആദ്യ ഷോയ്ക്ക് മികച്ച അഭിപ്രായം ലഭിച്ചതോടെ ബോക്സ് ഓഫീസിൽ ചിത്രം കുതിപ്പുടങ്ങി. 6 ദിവസം കൊണ്ട് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് 50 കോടി ക്ലബിൽ കയറിയ ചിത്രം കേരളത്തിൽ മികച്ച ബോക്സ് ഓഫീസ് നേട്ടമുണ്ടാകുന്ന ചിത്രമാണ് സ്വന്തമാക്കിയത്. ഒക്ടോബർ 31-ന് തിയേറ്ററിൽ എത്തിയ ചിത്രമായിരുന്നു ഇത്. ട്രാക്കർമാരുടെ കണക്കുകൾ പ്രകാരം കേരളത്തിൽ നിന്ന് ആദ്യവാരം ചിത്രം നേടിയത് 24.40 കോടിയാണ്. ഈ വർഷം കേരള ബോക്സ് ഓഫീസിൽ വിവിധ ഭാഷകളിൽ നോക്കിയാൽ ആദ്യവാര കളക്ഷൻ നോക്കിയാൽ 5-ാം സ്ഥാനത്താണ് DS0. കൂലി, ആലപ്പുഴ ജിങ്കാന, ഹൃദയപൂർവ്വം, രേഖാചിത്രം, ഓഫീസർ ഓൺ ഡ്യൂട്ടി തുടങ്ങിയ ചിത്രങ്ങളൊക്കെ DS0 ലിസ്റ്റിൽ പിന്നിലാക്കിയിട്ടുണ്ട്. എമ്പുരാനാണ് ലിസ്റ്റിൽ 1-ാം സ്ഥാനം. 67.17 കോടിയാണ് ചിത്രം കേരളത്തിൽ നിന്ന് ആദ്യവാരം നേടിയത്. മോഹൻലാലിന്റെ തന്നെ തുടരുമാണ് 2-ാം സ്ഥാനത്ത്. 46.75 കോടിയാണ് തടിമുദ്ര ചിത്രം ആദ്യവാരം കേരളത്തിൽ നിന്ന് നേടിയത്. സൂപ്പർ ഹീറോ ഫ്രാഞ്ചൈസിയുടെ ആദ്യ ഭാഗമായ ലോക ചാപ്റ്റർ ചന്ദ്രയുടെ 3-ാം സ്ഥാനം. 32.46 കോടിയാണ് യോഗയുടെ നേട്ടം. കാന്താര ചാപ്റ്റർ 1 ആണ് ലിസ്റ്റിൽ 4-മത്. 31.26 കോടിയാണ് കേരളത്തിലെ ആദ്യവാര കളക്ഷൻ. 6-ാം സ്ഥാനത്തുള്ള കൂലി 22.96 കോടിയും 7-ാം സ്ഥാനത്തുള്ള ആലപ്പുഴ ജിങ്കാന 20.77 കോടിയും 8-മതുള്ള ഹൃദയപൂർവ്വം 17.18 കോടിയും 9-ാം സ്ഥാനത്തുള്ള രേഖാചിത്രം 15.65 കോടിയും 10-ാം സ്ഥാനത്തുള്ള ഓഫീസർ ഓൺ ഡ്യൂട്ടി 14.50 കോടിയുമാണ് റിലീസിന് ശേഷം ആദ്യവാരം കേരളത്തിൽ നിന്ന് നേടിയത്.